കഥയാരംഭിക്കുന്നത് ഡങ്കൻ ഫാമിലിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവരെന്ന് മകൾ കാറ്റിന്റെ 16ാമത് ബർത്ത്ഡേ സന്തോഷത്തോടെ ആഘോഷിക്കുകയായിരുന്നു. ഏറെ സ്നേഹത്തോടെ ഒന്നിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ് അവരുടേത്. അച്ഛൻ വില്യമും മകൾ കാറ്റും തമ്മിൽ വലിയൊരു സൗഹൃദം തന്നെ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം അവരൊന്നിച്ച് സോഫ്റ്റ് ബോൾ ഗെയിം കളിക്കുകയാണ്. രണ്ടുപേർക്കും സ്പോർട്സിൽ അത്യാവശ്യം താല്പര്യവുമുണ്ടായിരുന്നു. പിന്നീട് ഡിന്നർ കഴിക്കാനിരിക്കുമ്പോ പാരന്റ്സും മകളും തമ്മിൽ ഒരു സംസാരം തന്നെ വന്നു. കാറ്റിന്റെ പാരന്റ്സിന് അവള് കൂടുതലായി സ്പോർട്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പോലെ തോന്നിയിരുന്നു, പഠിത്തത്തിൽ ഉഴപ്പുന്ന പോലെ. അതിനെപ്പറ്റി അവർ അവളെ ഓർമ്മിപ്പിച്ചു. പക്ഷേ അവൾ പറഞ്ഞു, ഞാൻ പഠനത്തിലും ശ്രദ്ധിച്ചോളാം, നിങ്ങളുടെ ആഗ്രഹം പോലെ ഒരു ലോയർ ആയിക്കോളാം. കഥ അവിടെ നിന്നും ഒരു സ്ട്രിപ്പ് ക്ലബിലേക്ക് പോകുന്നു. ഡെൻ എന്നായിരുന്നു ആ ക്ലബിന്റെ പേര്. അങ്ങോട്ടേക്ക് ഒരു സംഘം ഗ്യാങ്സ്റ്റേഴ്സ് കടന്നു വരികയാണ്. ഫെറ്റർ ബോയ്സ് എന്നായിരുന്നു അവരുടെ സ്ട്രീറ്റ് നെയിം തന്നെ. അങ്ങോട്ടേക്ക് കടന്നെത്തിയ അവരിലെ ലീഡറായ ഡോണി അവിടെ ഉണ്ടായിരുന്ന ഒരാളെ ക്രൂരമായി വെടിവെച്ചു കൊന്നു. പിന്നാലെയായിരുന്നു അയാളുടെ രണ്ടു മക്കളായ റോറിയും ഡാനിയും വന്നെത്തുന്നത്. പിന്നാലെ ഇളയ സഹോദരൻ ഡാനി താനിപ്പോൾ ഗ്യാങ്ങിൽ ചേരാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് അച്ഛനെ അറിയിച്ചു. റോറിയുടൻ ഒരു ഗണ്ണ് തന്റെ അനിയന് കൈമാറി. ഡാനിയുടെ ക്രിമിനൽ ജീവിതത്തിന്റെ ആരംഭം അവിടെ തുടങ്ങുകയായിരുന്നു. അടുത്ത ദിവസം സോഫ്റ്റ് ബോൾ ഗെയിമൊക്കെ കഴിഞ്ഞ് കാറ്റുമായി വില്യം വീട്ടിലേക്ക് മടങ്ങുകയാണ്. പോകുന്ന വഴിക്ക് കളി വിജയിച്ചതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി കുറച്ച് ഫുഡ് ഐറ്റം വാങ്ങാൻ വേണ്ടി വണ്ടി ഒതുക്കി വില്യം അടുത്തുള്ള ഷോപ്പിലേക്ക് കയറി. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് ഫെറ്റർ ബോയ്സ് വന്നെത്തുന്നത്. അവർ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുകയായിരുന്ന കാറ്റിനെ പിടികൂടി. കാറ്റ് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ അവൾക്ക് മേൽ അവർ ബലം പ്രയോഗിച്ചു. മാത്രമല്ല കാറ്റ് അവരോട് അപേക്ഷിച്ചു തന്റെ ജീവനെങ്കിലും വിട്ടുതരണമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് നിന്റെ ആത്മാവ് മാത്രം മതി, വേറൊന്നും വേണ്ടെന്നായിരുന്നു ആ ഫെറ്റർ ബോയ്സിന്റെ മറുപടി. ഡാനി ക്രൈം ഫീൽഡിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. അയാൾ ഒട്ടും മടിക്കാതെ അവളെ അങ്ങ് വെടിവെച്ചു കൊന്നു. വെടിവെച്ച് കേട്ട് വില്യം ഷോപ്പിനകത്തു നിന്ന് പുറത്തേക്കോടി വന്നു. പക്ഷെ നിർഭാഗ്യവശാൽ വില്യത്തിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. കാറ്റ് കൊല്ലപ്പെട്ടു വീണിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഡാനിക്ക് മേൽ ആ രോഷത്തിൽ വില്യം കടന്നാക്രമണം നടത്തി. പക്ഷേ വില്യത്തെ അടിച്ചിട്ട് ഡാനി അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും അങ്ങോട്ടേക്കെത്തിയ പോലീസുകാർ ഡാനിയെ പിടികൂടിയിരുന്നു. കാറ്റിനെ വേഗം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കാറ്റിന്റെ ജീവൻ രക്ഷിക്കാൻ വില്യത്തിന് സാധിച്ചില്ല. വില്യത്തെയും ഭാര്യയെയും തേടി മകളുടെ മരണവാർത്ത എത്തി. അവരെ ആകെ തകർത്ത് കളയുന്നൊരു വാർത്തയായിരുന്നു അത്. വലിയ നഷ്ടമാണ് വില്യത്തിന് സംഭവിച്ചത്. പക്ഷേ നിയമവ്യവസ്ഥിതി തങ്ങൾക്ക് അനുകൂലമായി നിൽക്കും എന്ന് വില്യം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുപോലും നല്ല രീതിയിലുണ്ടായില്ല. വെറും 5 കൊല്ലത്തെ കുറഞ്ഞ ശിക്ഷയായിരുന്നു ഡാനിക്ക് മേൽ വിധിക്കപ്പെട്ടത്. അതോടെ അത്തരത്തിലൊരു ശിക്ഷ അർഹിച്ചാൽ മാത്രം പോരാ ഡാനി എന്നുറപ്പിച്ച വില്യം കോടതിയിൽ ഡാനിയെ തിരിച്ചറിയാൻ വേണ്ടി നിന്നില്ല. കൃത്യമായ സാക്ഷിമൊഴി കൊടുത്തില്ല. അതോടെ കേസ് തള്ളപ്പെട്ടു. ഡാനി മോചിതനായി. വില്യം പക്ഷേ ചിലതൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. നിയമവ്യവസ്ഥിതി കയ്യിലേക്കെടുക്കാൻ വില്യം തീരുമാനിച്ചു. ഡാനിയെ വില്യം ഫോളോ ചെയ്തു. ഗ്യാങ്ങും ഡാനിയും അവരുടെ അടുത്തേക്ക് തിരിച്ചു പോവാനും കൃത്യമായ സമയത്തിനായും വില്യം വെയിറ്റ് ചെയ്തു നിന്നു. സമയം രാത്രി പിന്നിട്ടിരുന്നു. രാത്രി വൈകിയും വില്യം തന്റെ കാത്തിരിപ്പ് തുടരുകയാണ്. ആ സമയമാണ് അവിടെ ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീ വില്യത്തിന്റെ അടുത്തെത്തിയത്. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അവരുടെ വരവ്. വില്യം അവരെ ഒഴിവാക്കി വിട്ടു. ലൂണ എന്നായിരുന്നു ആ ലേഡിയുടെ പേര്. ലൂണ പോയി കഴിഞ്ഞ് കുറച്ചു സമയം പിന്നിട്ടതും ഡാനി പുറത്തേക്കിറങ്ങി. ഡാനിയെ കണ്ടതും വില്യത്തിന്റെ ഉള്ളിലെ പക ഇരച്ചു പൊന്തി വരാൻ തുടങ്ങി. വില്യം ഒട്ടും മടിച്ചില്ല. കാറ് വേഗത കൂട്ടി ഡാനിയെ ഇടിച്ചു തെറിപ്പിച്ചു. പിന്നെ ഒട്ടും മടിച്ചില്ല. ദേഷ്യത്തോടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരു ബേസ്ബോൾ ബാറ്റ് എടുത്ത് ക്രൂരമായി ഡാനിയെ അടിച്ചു കൊന്നു. പിന്നാലെ വേഗത്തിൽ കാറെടുത്ത് അവിടെ നിന്ന് വില്യം നേരെ വീട്ടിലെത്തി. തന്റെ തെറ്റായ ആ പ്രവൃത്തികൾ മറയ്ക്കുവാൻ വേണ്ടി വില്യം കാറ് കഴുകി. തെളിവുകളടങ്ങുന്ന രക്തക്കറ പുരണ്ട വസ്ത്രങ്ങൾ നശിപ്പിച്ചു. തനിക്കറിയാവുന്ന രീതിയിൽ എല്ലാ തെളിവുകളും ഇല്ലാതാക്കി. വില്യം അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ വില്യത്തിന്റെ ഭാര്യ പഴയൊരു ഫാമിലിയോ വീഡിയോ ദുഃഖത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ വില്യത്തിനോട് എന്തൊക്കെയോ ചോദിച്ചു. കുറഞ്ഞ വാക്കുകളിൽ മറുപടി കൊടുത്ത് വില്യം കുളിക്കുവാൻ കയറി. ബാത്റൂമിൽ നിൽക്കുമ്പോ താൻ ചെയ്ത പ്രവൃത്തികൾ വില്യത്തിന്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഇനിയൊരിക്കലും തിരികെ പോവാൻ പറ്റാത്ത വിധം താൻ ചിലതിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്നു എന്ന് വില്യം തിരിച്ചറിയുക കൂടിയായിരുന്നു. കുറച്ച് സമയത്തിനപ്പുറം മറുവശത്ത് ക്ലബിലേക്ക് ഫെറ്റർ ഗ്യാങ് വന്നെത്തുകയായിരുന്നു. റോറി അച്ഛൻ ഡോണിക്കടുത്ത് ചെന്ന് തെരുവിൽ നിന്ന് കളക്ട് ചെയ്ത പണം കൈമാറി. പക്ഷേ അതിലൊന്നും ഡോണിക്ക് തൃപ്തിയുണ്ടായിരുന്നില്ല. ഇതൊന്നും പോരെന്നും ഭാവിയിലെ മിസ്റ്റേക്കുകൾക്ക് നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി താൻ കൂടുതൽ ചിന്തിച്ചേക്കില്ല എന്ന്
എന്നും ഡോണി പറഞ്ഞു. അധികം വൈകാതെ റോറിയെ തേടി ആ വാർത്തയെത്തി. റോറിയുടെ സഹോദരൻ ഡാനി കൊല്ലപ്പെട്ടു എന്ന വാർത്ത. വേഗത്തിൽ റോറി അങ്ങോട്ടേക്ക് പാഞ്ഞെടുത്തു. അവിടപ്പോൾ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. റോറി തടയപ്പെട്ടു. അടുത്ത ദിവസം ഒരു ഡിറ്റക്റ്റീവ് വില്യത്തിന്റെ ഇടത്തെത്തി. ചെൻ എന്നായിരുന്നു അയാളുടെ പേര്. ചെന്നാണ് ഡാനിയുടെ കൊലപാതകമൊക്കെ അന്വേഷിക്കുന്നത്. ചെൻ വില്യത്തിനോട് തലേന്ന് രാത്രിയിൽ വില്യം എവിടായിരുന്നു എന്ന തരത്തിൽ ചോദിച്ചു. വില്യത്തിന്റെ ഭാര്യയായിരുന്നു മറുപടി പറഞ്ഞത്. അദ്ദേഹം ഇവിടെ വീട്ടിലുണ്ടായിരുന്നല്ലോ. വില്യമും അതുതന്നെ ആവർത്തിച്ചു. പിന്നാലെ ചെൻ ഡാനിയുടെ കൊലപാതക വിവരം പറഞ്ഞു. തനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു പങ്കുമില്ല എന്നായിരുന്നു വില്യം പറഞ്ഞത്. താൻ സസ്പെക്ട് ലിസ്റ്റിലുണ്ടോ എന്ന് വില്യം ചോദിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇല്ലെന്നും, എന്നാൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് ചെൻ അവിടെ നിന്ന് പോന്നു. ചെൻ പോയതിനു പിന്നാലെ വില്യത്തിന്റെ ഭാര്യ വില്യത്തിന് മേൽ തട്ടിക്കയറി. തലേന്ന് രാത്രിയിൽ എന്താ സംഭവിച്ചത്, നിങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഭാര്യയോടും സത്യം പറയാൻ വില്യത്തിന് തോന്നിയിരുന്നില്ല. നീ എന്നെ സംശയിക്കുവാണോ, സംശയിച്ചെന്നെ ഇൻസൾട്ട് ചെയ്യുവാണ് എന്നുള്ള മട്ടിലൊക്കെ വില്യം ഭാര്യയോട് സംസാരിച്ചു. നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പഴയ പ്രവൃത്തികളിലേക്ക് പോകുവാണോ എന്ന മട്ടിൽ ഭാര്യ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. വില്യം മുമ്പ് ഒരു സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസർ ആയിരുന്നു. ഇത്തരത്തിൽ പല ദൗത്യങ്ങളും വില്യം നടത്തിയിട്ടുമുണ്ട്. മറുവശത്ത് തന്റെ സഹോദരന്റെ മരണവിവരം അറിഞ്ഞിരുന്ന റോറി ഡാനിയെ കൊന്നവരാരാണെങ്കിലും കണ്ടെത്താൻ വേണ്ടി ഗ്യാങ്ങിന്റെ സഹായത്തോടെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സ്ട്രീറ്റ് വർക്കറായ ലൂണയുടെ മൊഴിയിൽ നിന്നും ഫോട്ടോ അടക്കം കാണിച്ച് വില്യമാണ് കൊലപാതകി എന്ന തരത്തിലേക്ക് റോറി മനസ്സിലാക്കി. അധികം വൈകിയില്ല. വില്യത്തെ കൊല്ലുവാൻ റോറി തന്റെ ആളുകളോട് ഉത്തരവിട്ടു. അടുത്ത ദിവസം വില്യം പുറത്തു പോയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് റോറിയുടെ ആളുകൾ ഗ്യാങ്സ്റ്റേഴ്സ് അങ്ങോട്ടേക്ക് എത്തുന്നത്. പിന്നിലൂടെ വന്ന് വില്യത്തെ ആക്രമിച്ചു കൊല്ലാനായിരുന്നു അവരുടെ പദ്ധതി. പക്ഷേ കൃത്യസമയത്ത് അത് തിരിച്ചറിഞ്ഞ വില്യം അവരെ തിരിച്ചാക്രമിച്ചു. ശക്തമായൊരു ഏറ്റുമുട്ടൽ നടന്നു. ഹെൻലി എന്ന പേരുള്ള ഒരു ഗ്യാങ്സ്റ്ററെ ഇടിച്ചിട്ടിട്ടായിരുന്നു വില്യത്തിന് രക്ഷപ്പെടാൻ പറ്റിയത്. റോറിയും മറ്റും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നെങ്കിലും ഓടിപ്പോയ വില്യം അതുവഴി പാസ് ചെയ്യുകയായിരുന്ന പോലീസുകാരനടുത്തെത്തി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ റോറിക്ക് മുൻ കുറ്റകൃത്യങ്ങളെപ്പോലെ നിയമത്തിന്റെ പഴുതുകളിലൂടെ അന്നും രക്ഷപ്പെടാനായി. വില്യം പിന്നാലെ വീട്ടിലെത്തി. തങ്ങൾക്ക് നേരെ വരാൻ പോകുന്ന ആപത്തിനെ പറ്റി വില്യത്തിന് നല്ല ധാരണയുണ്ടായിരുന്നു. വില്യം കാര്യങ്ങൾ ഭാര്യയോട് സംസാരിച്ചു. വില്യത്തിന്റെ ഭാര്യ ജെൻ ഡിറ്റക്റ്റീവ് ചെന്നിനെ വിളിക്കാനും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയാനും ആവശ്യപ്പെട്ടു. തങ്ങൾ ആക്രമിക്കപ്പെടുന്ന കാര്യം മാത്രം വില്യം ചെന്നിനെ വിളിച്ചു പറഞ്ഞു. അതോടെ വില്യത്തിന്റെ വീടിനും മറ്റുമായി ഗാർഡുകളെ ചെൻ ഏർപ്പാടാക്കി. ഇതേസമയം മറുവശത്ത് വില്യം അടിച്ചിട്ട വ്യക്തിയെ ഫെറ്റർ ഗ്യാങ്ങിലെ മെമ്പറായി പോലീസ് ഐഡന്റിഫൈ ചെയ്തിരുന്നു. അതോടെ കാര്യങ്ങളൊക്കെ അവർ കണക്ട് ചെയ്തെടുത്തു. റിലേറ്റഡ് ആയ ഇൻസിഡൻസിന്റെ ഒരു തുടർച്ചയായിരിക്കും അത് എന്നായിരുന്നു ചെൻ വിലയിരുത്തിയത്. വില്യത്തിന്റെ ഇൻവോൾവ്മെന്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചു. ആ സമയത്ത് വില്യത്തിന്റെ മിലിറ്ററി എക്സ്പീരിയൻസിനെ പറ്റിയും ഇത്തരത്തിലുള്ള ടെൻസ് സിറ്റുവേഷൻ വിദഗ്ധമായി കൈകാര്യം ചെയ്തിരുന്ന വില്യത്തിന്റെ കഴിവിനെ പറ്റിയുമൊക്കെ ചെൻ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷേ വിദഗ്ധമായി വില്യം അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി. തനിക്ക് ഈ നടക്കുന്ന കാര്യങ്ങളിൽ ഒരു പങ്കുമില്ലെന്ന് പറഞ്ഞു. താനും കുടുംബവും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും കൂട്ടിച്ചേർത്തു. ഇതേസമയം മറ്റൊരിടത്ത് ഡാൻഡെ എന്നു പേരുള്ള ഒരാൾ റോച്ച് എന്ന് പറയുന്ന ഒരു കാർ കടത്തലുകാരന് ഒരു കാർ എത്തിച്ചു കൊടുക്കുകയായിരുന്നു. കോടികൾ വിലമതിക്കുന്ന കാറാണ്. പക്ഷെ അതിന് പകരമായി പണമായിരുന്നില്ല ഡാൻഡെ ആവശ്യപ്പെട്ടത്, മറിച്ച് കുറച്ചധികം ആയുധങ്ങളായിരുന്നു. അന്ന് രാത്രിയിൽ വില്യമും ഭാര്യയും ഇരുന്ന് സംസാരിക്കുകയാണ്. തന്റെ മകൾക്ക് വേണ്ടിയുള്ള പ്രതികാരം താൻ തീർത്തുവെന്ന് വില്യം ഭാര്യയോട് സമ്മതിച്ചിരുന്നു. അവർ അങ്ങനെ സമ്മതിച്ചു നിൽക്കുകയാണ്. അവർക്ക് കാവൽ നിന്നിരുന്ന പോലീസുകാർ പോകുന്ന ശബ്ദം കേട്ടത്. തൊട്ടു പിന്നാലെ ഗ്യാങ്സ്റ്റേഴ്സ് ആ വീട്ടിലേക്ക് കയറി വന്നു. റോറിയും ഡോണിയുമായിരുന്നു കയറിയെത്തിയത്. റോറി വില്യത്തിന് നേരെ തോക്ക് ചൂണ്ടി. ആദ്യഘട്ടത്തിൽ സ്വാഭാവികമായ സംസാരത്തിലൂടെയാണ് എതിരിടൽ തുടങ്ങിയതെങ്കിലും അധികം വൈകാതെ റോറി തന്നെ വെടിയുതിർത്തു. വില്യത്തിന്റെ ഭാര്യയും വില്യമും വെടിയേറ്റു വീണു. ഇരുവരെയും മരിക്കാൻ വിട്ട് ഗ്യാങ്സ്റ്റേഴ്സ് അവിടെ നിന്നിറങ്ങി. ജീവൻ ബാക്കിയുണ്ടായിരുന്ന വില്യത്തിന് എമർജൻസിയിലേക്ക് കോൾ ചെയ്യാൻ സാധിച്ചിരുന്നു. ബോധം തെളിയുമ്പോൾ വില്യം ആശുപത്രിയിലായിരുന്നു. വല്ലാത്തൊരു സഫറിങ്സ് അയാളിലൂടെ കടന്നുപോയിരുന്നു. തന്റെ ഭാര്യ കൊല്ലപ്പെട്ടെന്നും താൻ മാത്രമാണ് ജീവനോടെയുള്ളതെന്നും വില്യം തിരിച്ചറിഞ്ഞു. ആ വേദന താങ്ങുവാൻ വില്യത്തിന് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ആശുപത്രിയിലെ എംപ്ലോയീസും മറ്റും ചേർന്നിട്ടായിരുന്നു വില്യത്തെ സമാധാനിപ്പിച്ചത്. കുറച്ചു സമയത്തിനു ശേഷം വില്യം ശാന്തനായി. വില്യം ഓക്കെയായി കഴിഞ്ഞതിന് ശേഷമായിരുന്നു ചെൻ വില്യത്തെ കാണാനെത്തുന്നത്. വില്യത്തെ അത്ഭുതകരമായ സർവൈവർ എന്ന മട്ടിൽ ചെൻ വിശേഷിപ്പിച്ചു. പിന്നാലെ കേസ് സംബന്ധമായ വിവരങ്ങളടങ്ങിയ ഫയലും കൈമാറി. ഫയൽ വിരൽ ചൂണ്ടുന്നത് റോറിയിലേക്കും ഡോണിയിലേക്കുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പോലീസിന് അവരെ തൊടാൻ പോലും സാധിക്കില്ല. കുറച്ചു ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. വില്യം പതിയെ സുഖപ്പെട്ടു വരാൻ തുടങ്ങി. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ വില്യം ഉറപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരുവിധം സുഖപ്പെട്ടു എന്ന് തോന്നിയ ഒരു ദിവസം അവിടുത്തെ തൂപ്പുകാരന്റെ വസ്ത്രം മോഷ്ടിച്ച
ധരിച്ച് വില്യം ആശുപത്രിയിൽ നിന്ന് പുറത്തു ചാടി. പിന്നാലെ വില്യം നേരെ പോയത് അവിടുത്തെ ഒരു വെസ്റ്റേൺ ഹോട്ടലിലേക്കായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഡാൻഡയെ വില്യം പരിചയപ്പെടുന്നത്. അടുത്ത ദിവസം വില്യം ബാങ്കിൽ പോയി ആവശ്യത്തിന് പണം വിഡ്രോ ചെയ്തു. പല കാര്യങ്ങളും വില്യം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഡാൻഡെ ഇതൊക്കെ നോക്കിക്കാണുന്നുമുണ്ട്. പിന്നാലെ ഫെറ്റർ ബോയ്സുമായുള്ള വില്യത്തിന്റെ പ്രതികാരത്തെ പറ്റിയും മറ്റു കാര്യങ്ങളും ഡാൻഡെ പതിയെ മനസ്സിലാക്കി. അതോടെ ഡാൻഡെ വില്യത്തിനടുത്ത് ചെന്ന് കാര്യങ്ങൾ സംസാരിച്ചു. ഡാൻഡയുടെ സഹോദരനെ ഫെറ്റർ ബോയ്സ് ആയിരുന്നു വകവരുത്തിയത്. അതിന് പ്രതികാരം തീർക്കാൻ ഡാൻഡെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വില്യത്തിന്റെ കൂടെ കൂടാൻ അയാൾക്ക് താല്പര്യവുമുണ്ട്. ആദ്യം വില്യം ഒന്ന് മടിച്ചിരുന്നു. പക്ഷേ ഡാൻഡയുടെ പക്കൽ ആയുധങ്ങളുണ്ട്. വില്യം അതോടെ ഡാൻഡയുടെ കൂടെ കൂടാൻ തീരുമാനിച്ചു. രണ്ടുപേരുടെയും ശത്രു, രണ്ടുപേരുടെയും പ്രതികാരം ഒരേ ആളുകളോടാണ്. അതുകൊണ്ട് ഒന്നിച്ചു നിന്നാൽ നല്ല രീതിയിൽ അത് നടപ്പിലാക്കാം എന്ന് വില്യമും ഡാൻഡയും ചിന്തിച്ചിരുന്നു. ഡാൻഡയുടെ ആയുധശേഖരവും മറ്റും വില്യം നോക്കിക്കണ്ടു. പതിയെ ഓരോ ആയുധങ്ങളെടുത്ത് പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങി. ജാക്കറ്റുകളും തോക്കുകളും മറ്റും വില്യം കരസ്ഥമാക്കി. പിന്നാലെ അവിടെ നിന്നും ഒഴിഞ്ഞൊരിടത്തേക്ക് കുറച്ചു നാളുകളിലേക്ക് മാറി നിന്നു. ആ കാലയളവ് മുഴുവൻ വില്യത്തിന്റെ പരിശീലനമായിരുന്നു. തന്റെ ഷൂട്ടിംഗ് സ്കില്ലുകൾ വില്യം പൂർണ്ണമായി ഇംപ്രൂവ് ചെയ്തെടുത്തു. രോഗമുക്തി നേടി പൂർണ്ണാരോഗ്യം വീണ്ടെടുത്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കൊടുവിൽ തന്റെ പ്ലാൻ നടപ്പിലാക്കേണ്ട ദിവസം എത്തി എന്ന് വില്യം ഉറപ്പിച്ചു. അതിനു മുമ്പ് വില്യം തന്റെ ഫാമിലിയുടെ കുഴിമാടം സന്ദർശിച്ചു. എല്ലാത്തിനും ഒരു തീർപ്പ് കൽപ്പിക്കണം, കുടുംബത്തിനേറ്റ ആഘാതത്തിന് കൃത്യമായ കണക്ക് ചോദിക്കണം എന്ന് വില്യം മനസ്സിലുറപ്പിച്ചിരുന്നു. അന്ന് രാത്രിയിൽ തന്നെ വില്യം തന്റെ പദ്ധതിയിലേക്ക് കടന്നു. ആദ്യഘട്ടത്തിൽ വില്യം എതിരിടാൻ തീരുമാനിച്ചത് റോറിയുടെ വലങ്കയ്യായ സാക്ക് എന്ന് പറഞ്ഞ വ്യക്തിയെയായിരുന്നു. സാക്കിന്റെ അടുത്തേക്ക് വില്യം കടന്നു ചെന്നു. സാക്ക് അപ്പോൾ വീഡിയോ ഗെയിം കളിക്കുകയായിരുന്നു. അവസരം മുതലെടുത്ത് വില്യം സാക്കിന് മേൽ ഒരു സർപ്രൈസ് അറ്റാക്ക് നടത്തി. പക്ഷേ കരുത്തനായ സാക്ക് തിരിച്ചടിക്കാൻ ആരംഭിച്ചു. ശക്തമായൊരു ഏറ്റുമുട്ടൽ നടന്നു. അത്രമേൽ കരുത്തുള്ള സാക്കിന് മുമ്പിൽ പിടിച്ചു നിൽക്കൽ വില്യത്തിനത്ര എളുപ്പമായിരുന്നില്ല. പലതവണ വില്യത്തിന്റെ അടിപതറി. പക്ഷേ എന്നിരുന്നാലും കൃത്യമായൊരു സാഹചര്യത്തിൽ ആരോഗ്യം വീണ്ടെടുത്ത വില്യം അവസരം മുതലെടുത്ത് സാക്കിനെ ആക്രമിച്ചു വീഴ്ത്തി. സാക്കൊടുവിൽ വില്യത്തോട് തന്റെ ജീവനു വേണ്ടി അപേക്ഷിച്ചു. തനിക്കൊരു മകളുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാ ഇമോഷൻസും ചത്തുടങ്ങിയിരുന്ന വില്യത്തിന് സാക്കിന്റെ അപേക്ഷ ചെവികൊള്ളാൻ പറ്റുമായിരുന്നില്ല. സാക്കിനെ വില്യം വെടിവെച്ച് കൊന്നുകളഞ്ഞു. കുറച്ച് മണിക്കൂറുകൾക്കപ്പുറം സാക്കിന്റെ മരണവിവരം പോലീസിന്റെ അടുത്തെത്തി. ചെൻ സ്ഥലം സന്ദർശിച്ചു. പിന്നാലെ ചെൻ മാഫിയ ലീഡർ ഡോണിയെ കാണാൻ ഡോണിയുടെ ഇടത്തേക്കെത്തി. നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല, വില്യമുമായുള്ള പ്രശ്നം പരിധി വിട്ടിരിക്കുകയാണ്. റോറിയോടും മറ്റും വേണമെങ്കിലൊന്ന് വാൺ ചെയ്തു വെച്ചേരെ ചെൻ ഡോണിയെ അറിയിച്ചു. പക്ഷേ ചെന്നിന്റെ ആ വാണിംഗ് ഡോണിയും റോറിയും അത്രമേൽ ചെവികൊണ്ടതേയില്ല. അവരത് വളരെ തമാശയായിട്ടായിരുന്നു പരിഗണിച്ചത്. ഇതേസമയം പുറത്ത് കാവലുണ്ടായിരുന്ന വില്യമാകട്ടെ ചെൻ അവിടെ വന്നുപോകുന്നത് ശ്രദ്ധിച്ചിരുന്നു. ചെന്നിന്റെ ഉദ്ദേശങ്ങളിൽ സംശയം തോന്നിയ വില്യം ചെന്നൊരു ചതിയനാണോ എന്നുവരെ കരുതി ചെന്നിനെ ഫോളോ ചെയ്തു. ചെൻ വീട്ടിലേക്ക് കയറുമ്പോ പിന്നിലൂടെ ചെന്ന് വില്യം ചെന്നിനെ കടന്നാക്രമിച്ചു. ബന്ദിയെപ്പോലെ നിർത്തി ചെന്നിനോട് കാര്യങ്ങൾ ചോദിച്ചു. ചെന്നുള്ള സത്യങ്ങൾ പറഞ്ഞു. തനിക്കും അവർക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ അവർ ഈ കമ്മ്യൂണിറ്റിക്കുള്ളിൽ പടർന്ന് പന്തലിച്ചു കിടക്കുകയാണ്. വേരോടെ അവരെ ഇല്ലാതാക്കൽ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് സാധ്യമല്ല. പക്ഷേ നിങ്ങളെ ഞാൻ ചതിച്ചിട്ടുമില്ല. വില്യം ചെന്നിനോടുള്ള കാര്യം പറഞ്ഞു. ഞാൻ എന്റേതായ നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലേക്ക് ചെൻ വന്നാൽ ചെന്നിനെ കൊല്ലാനും ഞാൻ മടിക്കില്ല. ചെൻ പറഞ്ഞത് ഒരേ ഒരു കാര്യമായിരുന്നു, നിനക്കിഷ്ടമുള്ളത് നിനക്ക് നടപ്പിൽ വരുത്താം. പക്ഷേ നിന്റെ പ്രതികാരം തീർന്നു കഴിയുമ്പോ നീ സറണ്ടർ ചെയ്താൽ നന്നായിരിക്കും. വില്യം ഒന്നും പറഞ്ഞില്ല. അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. അടുത്ത ദിവസം ഡോണിയും റോറിയും ഇരുന്ന് സംസാരിക്കുകയാണ്. വില്യത്തെ വകവരുത്താൻ റോറിക്ക് ഡോണി നിർദ്ദേശം കൊടുത്തു. പക്ഷേ അവരറിയാതെ ഡോണിയുള്ള കെട്ടിടത്തിന്റെ പുറത്തേക്ക് വില്യം അപ്പോഴേക്കും എത്തിച്ചേർന്നിരുന്നു. കുടിയനെ പോലെ അഭിനയിച്ച് വില്യം അകത്തേക്ക് കയറി ചെന്നു. പുറത്തുണ്ടായിരുന്ന ഗാർഡിനെ വകവരുത്തി വിദഗ്ധമായി ക്ലബിന്റെ അകത്തെത്തിയ വില്യം ഡോണിയുടെ മുമ്പിലേക്ക് എത്തപ്പെട്ടു. റോറി എപ്പോഴേക്കും പുറത്തുപോയി കഴിഞ്ഞിരുന്നു. വില്യത്തിന്റെ പെട്ടെന്നുള്ള തന്റെ മുമ്പിലേക്കുള്ള ആ വരവ് ഡോണിയൊന്ന് അമ്പരപ്പിച്ചിരുന്നു. തന്നെ കൊല്ലാൻ പോവുകയാണ് അവൻ എന്നുറപ്പിച്ച ഡോണി, നീ വന്നത് എന്താണോ അതൊരുപാട് സമയമെടുക്കാതെ അങ്ങ് ചെയ്തിട്ട് പൊക്കോ എന്ന മട്ടിൽ വില്യത്തോട് പറഞ്ഞു. പക്ഷേ വില്യം അവിടെ ഇരുന്നു. തന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ, ഡാണിയെ കൊലപാതകം ചെയ്തത്, തന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, താനൊരു ഇമോഷനില്ലാത്ത മനുഷ്യനായി മാറിയ കാര്യം ഒക്കെയും വില്യം ഡോണിക്ക് മുമ്പിലിരുന്ന് വിശദീകരിച്ചു. ഒരുപക്ഷെ നിങ്ങളുടെ മകനും ആദ്യമായി എന്റെ മകളെ കൊന്നപ്പോ അത്തരത്തിലായിരിക്കും ചിന്തിച്ചിരിക്കുക. ഞാൻ അനുഭവിക്കുന്ന വേദനയിലൂടെയായിരിക്കും കടന്നുപോയിരിക്കുക എന്ന മട്ടിൽ അവൻ പറഞ്ഞു. അധികം വൈകാതെ ഇതിന്റെയൊക്കെ കാരണം നിങ്ങളാണെന്ന് പറഞ്ഞ് ഡോണിയെ വില്യം അങ്ങ് കൊന്നു തള്ളി.
വെടിയൊച്ച മുഴങ്ങിയതും ക്ലബിലുള്ളവർ പാനിക്കായി പുറത്തേക്കും മറ്റും ഓടിയിരുന്നു. പിന്നാലെ ഡോണിയുടെ തന്നെ ഫോണിൽ നിന്ന് വില്യം റോറിയെ വിളിച്ചു. ഡോണിയെ താൻ കൊന്ന കാര്യം അറിയിച്ചു. വലിയ ഭാവമാറ്റമൊന്നും റോറിയുടെ മുഖത്തുണ്ടായിരുന്നില്ല. റോറി അത് പ്രതീക്ഷിച്ച പോലായിരുന്നു ഇരുന്നത്. പിന്നാലെ ഗ്യാങ്സ്റ്റേഴ്സ് ക്ലബിലേക്ക് പാഞ്ഞെത്തി. റോറി തന്റെ അച്ഛന്റെ മൃതശരീരം കിടക്കുന്നത് നോക്കി കണ്ടു. പക്ഷെ പെട്ടെന്നായിരുന്നു അവിടുത്തെ സ്പീക്കറിൽ കൂടി വില്യത്തിന്റെ ശബ്ദം മുഴങ്ങിയത്. അത് കേട്ടതും വില്യം അവിടെ എവിടെയോ ഉണ്ട് എന്ന മട്ടിൽ ആ ഗ്യാങ്സ്റ്റർ മെമ്പേഴ്സ് മുഴുവൻ പാനിക്കാവാൻ തുടങ്ങി. റോറി വില്യത്തെ കണ്ടെത്തി കൊലപ്പെടുത്താൻ തന്റെ ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തു. അധികം വൈകാതെ വില്യമും ഗ്യാങ്സ്റ്റേഴ്സും തമ്മിലുള്ള ഒരു ഷൂട്ടൌട്ടിലേക്ക് അത് കടന്നു. ഒരു ഘട്ടത്തിൽ റോറിയുടെ ഒരു കയ്യാളിനെ വില്യം ബന്ദിയാക്കി. പക്ഷേ അവനെ അടക്കം അങ്ങ് കൊന്നേക്ക് എന്നായിരുന്നു റോറി ഉത്തരവിട്ടത്. അതിൽ നിന്നും രക്ഷപ്പെടാൻ വില്യത്തിന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. ഒരു ബുള്ളറ്റ് വില്യത്തിന്റെ ശരീരത്തിൽ ഷോൾഡറിൽ പതിച്ചെങ്കിലും അതുമായി വില്യം പുറത്തേക്ക് ഓടിയിറങ്ങി കാറെടുത്ത് രക്ഷപ്പെട്ടു പോന്നു. വില്യം എത്തിച്ചേർന്നത് ഡാൻഡയുടെ അടുത്തേക്കായിരുന്നു. ഡാൻഡെ വില്യത്തിന്റെ ബുള്ളറ്റ് എടുത്ത് വില്യത്തിന് വേണ്ട ചികിത്സ ചെയ്തു. പക്ഷെ വില്യം അവിടെ എത്തിയ വിവരം മുമ്പ് വില്യത്തെ ഒറ്റിക്കൊടുത്ത് അതേ സ്ട്രീറ്റ് ഗേൾ കണ്ടിരുന്നു. അവളക്കാര്യം റോണിയെ വിളിച്ചു പറഞ്ഞു. അധികം വൈകാതെ റോണിയും സംഘവും അങ്ങോട്ടേക്ക് പാഞ്ഞെടുത്തു. പുറത്തുനിന്ന് വില്യത്തോട് ഇറങ്ങി വരാൻ റോണി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കീഴടങ്ങാൻ വില്യം ഒരുക്കമായിരുന്നില്ല. ഡാൻഡിയും വില്യമും തോക്കെടുത്ത് ഗ്യാങ്സ്റ്റേഴ്സിനെതിരെ പടപൊരുതാൻ തുടങ്ങി. അവിടെ പക്ഷെ അധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു. അതോടെ ഡാൻഡെ തന്റെ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ റോച്ചിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. ഒരു തരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടിറങ്ങി വണ്ടിയുമായി അവർ റോച്ചിന്റെ ഇടത്തേക്ക് പുറപ്പെട്ടു. വഴിയിലുടനീളം ഒരു ചേസ് തന്നെ നടന്നു. ഒടുവിൽ റോച്ചിന്റെ ഇടത്തേക്ക് ഡാൻഡിയും വില്യമും എത്തിച്ചേർന്നു. റോച്ചും സംഘവും റോണിക്കെതിരെ ഷൂട്ട് ചെയ്ത് അവർക്ക് കവചമൊരുക്കി. കാര്യങ്ങളൊന്ന് സെറ്റിലായി. റോറി പിൻവാങ്ങി എന്നായിരുന്നു ഇവരും കരുതിയത്. പക്ഷേ റോറി പിന്നാലെ ആ ഗാരേജിന്റെ അകത്തേക്ക് കയറി വന്നു. വലിയ ഷൂട്ടൌട്ട് തന്നെ നടത്തി. ഷൂട്ടൌട്ടിൽ റോച്ചിനെ റോറി അങ്ങ് കൊന്നുതള്ളി. വില്യത്തിനും ഡാൻഡേക്കും വെടിയേറ്റു. രണ്ടുപേരും താഴെ വീണു. വില്യത്തിനെ പൂർണ്ണമായി കൊന്നുതള്ളാൻ വേണ്ടി ഓരോന്ന് പെറുപിറുത്ത് ഈ ലോകം എത്ര ക്രൂരമാണെന്നൊക്കെ പറഞ്ഞ് വില്യത്തിനടുത്തേക്ക് ഡാനി എത്തിച്ചേർന്നു. അവസരം മുതലെടുത്ത വില്യം അടുത്ത് കിടന്ന ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഡാനിയുടെ കഴുത്തിലൂടെ കുത്തിയിറക്കി. ഡാനിയെ ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞയച്ചു. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് വില്യത്തിനൊരിക്കലും സമാധാനം കിട്ടരുത് എന്ന് ചിന്തിച്ച് അവൻ വില്യത്തിന്റെ മുഖത്തേക്ക് തനിക്കൊരു കൂസലുമില്ലെന്ന മട്ടിൽ വെറുപ്പ് കലർന്നൊരു നോട്ടം നോക്കിയിരുന്നു. അപ്പോഴാണ് പോലീസുകാർ എത്തുന്ന സൈറൺ ശബ്ദം മുഴങ്ങിക്കേട്ടത്. പോലീസ് ശബ്ദം കേട്ടതും ഡാൻഡി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. പോലീസ് എത്തി ആ ഇടം മുഴുവൻ സെർച്ച് ചെയ്തു. കൊല്ലപ്പെട്ട് കിടക്കുന്ന റോച്ചിനെയും റോറിയെയും കണ്ടെത്തി. റോറിയുടെ മൃതശരീരത്തിന് സമീപം വില്യം ഇരിക്കുന്നു. വില്യം കൊല്ലപ്പെട്ടിട്ടില്ല. ഒരുപാട് പേർ മരണപ്പെട്ട സംഭവമാണെങ്കിൽ പോലീസ് അതൊക്കെ നല്ലതായിട്ടായിരുന്നു നോക്കിക്കണ്ടത്. നാടിനെ വിഴുങ്ങിയ വലിയൊരു മാഫിയ സംഘം ഇല്ലാതായിരിക്കുന്നു. കീഴടങ്ങാൻ വില്യം തയ്യാറായിരുന്നു. അറസ്റ്റ് ഭരിക്കാൻ വില്യം ഒരുങ്ങിയിരുന്നു. പക്ഷേ അത് വില്യം സമ്മതിച്ചതിന് പിന്നാലെ ഒരുപാട് പരിക്കേറ്റിരുന്ന വില്യം ഈ ലോകത്തോട് വിട പറഞ്ഞു. തന്റെ ജീവിതം തകർത്ത് കുടുംബം തകർത്ത് ആ നാടിനെ ഇല്ലാതാക്കിയ ഗ്യാങ്ങിനെ മുഴുവൻ ഇല്ലാതാക്കിയിട്ട് തന്റെ ലക്ഷ്യം തീർത്ത് വില്യം മടങ്ങുകയായിരുന്നു തന്റെ ഭാര്യയുടെയും മകളുടെയും അടുത്തേക്ക്. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.